യെസ്, ലവ് ഇൻഷുറൻസ് കമ്പനി, പ്രദീപ് രംഗനാഥൻ, വിഘ്നേഷ് ശിവൻ കോംബോയിലെ സിനിമ. ആ സിനിമ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ. അപ്പോൾ ആ സിനിമയെ പറ്റി കുറച്ച് കാര്യങ്ങളും ആ സിനിമ എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. സിനിമ എങ്ങനെയാണെന്നാണ് ആദ്യം പറയേണ്ടത്, എങ്ങനെ ഉണ്ടെന്നല്ല എങ്ങനെയാണ് എന്നാണ് ആദ്യം പറയേണ്ടത്. ഈ സിനിമയുടെ കഥ നടക്കുന്നത് നമ്മളിപ്പം ജീവിക്കുന്ന വർഷത്തിൽ നിന്ന് ഒരുപാട് മുന്നിലേക്ക്, അതായത് 2040 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാവരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലേക്കൊരു ആപ്ലിക്കേഷൻ നമുക്കിങ്ങനെ കാണിച്ചു തരികയാണ്. ലൈക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്ന SJ സൂര്യ. ഇതിൽ സൂര്യ എന്ന പേരിന് പകരം സൂര്യൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം നടത്തുന്ന ലവ് ഇൻഷുറൻസ് കമ്പനിയിലെ ഒരു പ്രോഡക്റ്റ് എന്നോ ഒരു ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റിയ ലൈക്ക് ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് ആരെയാണ് പ്രേമിക്കേണ്ടത് എന്നുള്ളതിനൊക്കെ ഉള്ള ഒരു പെർഫെക്റ്റ് മാച്ചിനെ ചൂണ്ടിക്കാണിച്ച് തരും. നമ്മുടെ ലവ് എത്രയാണ്, നമ്മൾ തമ്മിൽ എത്ര ജോഡി പൊരുത്തം ചേരും എന്നൊക്കെ ഉള്ള ഒരു പെർഫെക്റ്റ് കാൽക്കുലേഷൻ പോലെ ഒരു ദൈവതുല്യമായ ഒരു ആപ്ലിക്കേഷൻ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു ദൈവതുല്യമായ ഒരു ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ ഈ ഒരു സംഭവം, ഇത് നമ്മുടെ നായകനായ പ്രദീപ് രംഗനാഥൻ്റെയും നായികയായ കൃതി ഷെട്ടിയുടെയും ലൈഫിൽ ഉണ്ടാക്കുന്ന കുറച്ച് ഏറ്റങ്ങൾ, പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് ഈ പടം സൂചിപ്പിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരുപാട് ഹൈപ്പോട് കൂടി നല്ല രീതിക്കുള്ള ഒരു വേറെ ലെവൽ ആയിട്ടുള്ള ഒരു മേക്കിംഗ് ഉണ്ടാക്കാൻ അത്യാവശ്യം നല്ലതായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു സ്റ്റോറി എലമെൻറ്റ് എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ട്, പക്ഷേ പോകെ പിന്നെ അങ്ങോട്ട് വന്നിട്ട് ഈ പ്രദീപ് രംഗനാഥൻ്റെ സിനിമയുടെ സ്ഥിരം ഒരു ക്ലീഷേ, റൊമാൻസ്, ഗുഡ്നെസ്, ഫ്രണ്ട്സ്, അങ്ങനത്തെ രീതിക്കൊക്കെ ഈ ഇവർ പറയാൻ വേണ്ടി ആഗ്രഹിച്ചൊരു തീമിൽ നിന്ന് ഈ സിനിമ വിട്ട് മറ്റൊന്നിലേക്ക് പോകണമെങ്കിൽ എനിക്ക് തോന്നിപ്പോയി. മറ്റൊരു സ്പേസ് രൂപീകരണം തോന്നിപ്പോയി. പിന്നെ SJ സൂര്യൻ നമുക്കറിയാമല്ലോ, പുള്ളിയിലെ ഒരു സ്ഥിരം ക്ലീഷേ പെർഫോമൻസ്. പുള്ളി എന്താണോ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഈച്ച കോപ്പിയാണ് ഇവിടെ വന്ന് അങ്ങനെ കുറേ അലർച്ചയും കുറേ ഡയലോഗും അതും ഇതും അങ്ങനെയൊക്കെ ഒരു വ്യത്യസ്തമായിട്ടൊന്നും കാണാൻ വേണ്ടി പറ്റിയില്ല. ഇത്തരം കാര്യങ്ങളിങ്ങനെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഘ്നേഷ് ശിവൻ എന്ന് പറഞ്ഞ സംവിധായകൻ മറ്റുള്ള സംവിധായകന്മാർ ഒരുപാട് മേക്കിംഗ് ചെയ്ത് ഉയർന്ന് പോകാൻ നേരത്ത് ഇദ്ദേഹവും അതിനൊത്ത ലെവൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവേണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇത് എവിടേക്കോ കാത്തുവാക്കിൽ 2 കാതിൽ, പിന്നെ അദ്ദേഹത്തിൻ്റെ പഴയ സിനിമയുടെയൊക്കെ ചെറിയ എലമെൻറ്റുകളൊക്കെ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ബിഗിനിങ്ങിൽ കൊണ്ടുവന്ന ആ ഒരു ഹൈപ്പും ആ ഒരു ക്രിയേറ്റിവിറ്റി കാര്യങ്ങളൊന്നും പിന്നെ അങ്ങോട്ട് പോകെ പ്രദീപ് രംഗനാഥൻ സിനിമയായിട്ട് മാറുന്നതാണൊക്കെ എനിക്ക് തോന്നിപ്പോയി. പിന്നെ ഇതിൽ 2040 ഈ സിനിമയുടെ കഥ നടക്കുന്നത്. അപ്പം മൊബൈൽ ഫോണിൻ്റെ കുറച്ച് ദോഷവശങ്ങൾ കുട്ടികളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് പൊതുവെ അറിയാം. എല്ലാ വീട്ടിലും സ്ഥിരമായിട്ടുള്ള സംഭവമാണ് കുട്ടികൾ എന്ന് വെച്ചാൽ ഒരു 4-5 വയസ്സ് പ്രായമുള്ള കുട്ടികളൊക്കെ ആഹാരം കഴിക്കണമെങ്കിൽ അവർക്ക് മൊബൈൽ ഫോണിൽ കാർട്ടൂൺ മാത്രമേ ഇത് കാണിച്ചത്. അവരൊക്കെ ചില ആൾക്കാർ കുട്ടികൾ ഈ ഒരു ആഹാരങ്ങൾ കഴിക്കുക. അപ്പോൾ ആ കുട്ടികളെങ്ങനെ പാട്ട് പാടി ആഹാരങ്ങൾ കഴിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു മെസ്സേജ് കണക്ക് രൂപീകരിച്ചു വന്നത് സൂപ്പറായിരുന്നു. അങ്ങനെ മൊബൈൽ ഫോണിൻ്റെ ഒരു ഉപയോഗം അല്ലെങ്കിൽ നല്ല വശങ്ങളുമായിട്ട് ഒരു സൈഡിൽ SJ സൂര്യ നിൽക്കാൻ നേരത്തെ മറ്റൊരു സൈഡിൽ ഇതിൻ്റെ മോശവശങ്ങളും ദോഷങ്ങളും പറഞ്ഞ് പ്രദീപ് രംഗനാഥൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഡെവലപ്പേഴ്സായി നിൽക്കുന്ന ഇവർക്കത് ഭയങ്കര ഒരു അടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിനെ പറ്റിയുള്ള മൊബൈൽ ഫോൺ എതിർക്കുന്ന നായകനും ടെക്നോളജീനെ കൊണ്ട് ഒരു ആപ്ലിക്കേഷനെ വികസിപ്പിക്കുന്ന ഒരു വില്ലൻ കഥാപാത്രം, ഒരു നെഗറ്റീവ് ഷെയ്ഡ്, അങ്ങനത്തെ ഒരു എലിമെൻ്റാണ് പോകണം. പിന്നെ യോഗി ബാബു ഉണ്ട്. യോഗി ബാബുവിൻ്റെയൊക്കെ കോമഡിയും ആ ഒരു കഥാപാത്രവും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന കണക്കിനാണ്. ഒരു പ്രത്യേകിച്ചൊരു പുതുമയൊന്നും എനിക്ക് കണ്ടെത്താൻ എനിക്കവിടെ പറ്റുന്നില്ല. സ്ഥിരമായിട്ട് നമ്മൾ യോഗി ബാബുവിനെ നമ്മൾ എങ്ങനെ കാണുന്നോ ആ ലെവൽ തന്നെ യോഗി ബാബുവിനെ പ്രസൻറ്റ് ചെയ്തിങ്ങനെ വെച്ചിരിക്കുന്നത്. വേറെ പുതുമയൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിലുള്ള ആ ഒരു എലമെൻറ്റും കാര്യങ്ങളും കാണിച്ച് പിന്നെ അങ്ങോട്ട് ക്ലീഷയുടെ അയ്യര് കളി തന്നെ. പിന്നെ ഇല്ല, ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സിനിമ ഉണ്ട്, ഒരു പടമൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിരംഗ പടങ്ങളുടെയൊക്കെ മിക്കതിൻ്റെയൊക്കെ ഒരു എലമെൻറ്റും കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റി ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഈ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലാണ് ഇതിൻ്റെ പ്രശ്നം വന്നിരിക്കുന്നത്. എഴുതി വെച്ചിരിക്കുന്ന മേക്കിങ്ങിലൊക്കെയാണ് ഭയങ്കര പ്രശ്നം. പ്രദീപ് രംഗനാഥൻ്റെ ഇപ്പോൾ ഔട്ട്ലുക്ക് നോക്കിയാൽ തന്നെ എല്ലാ സിനിമയിലും ഒരേ കണക്കത്തിൻ്റെ ഔട്ട്ലുക്കും കാര്യങ്ങളെല്ലാം വന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫ്രഷോടെ വന്ന ഒരു കഥേനെ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ സ്ഥിരം ക്ലീഷേ പോലെ ആയങ്ങ് നമുക്കൊരു ഇൻട്രസ്റ്റിങ് പോലും നഷ്ടപ്പെട്ടു എന്നൊക്കെയാണെങ്കിൽ തോന്നുന്നത്. പിന്നെ കുറേ ഇതിനുള്ള ഒരു നമ്മളൊരു യുദ്ധം അല്ലെങ്കിൽ ഒരു വാശി പുറത്തുള്ള ഇത് ഒരുത്തൻ വിജയിക്കും ഒരുത്തൻ തോക്കും അങ്ങനെ അങ്ങ് പോകണം.
അപ്പോൾ എന്നെ അപേക്ഷിച്ച് ഈ സിനിമയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ച സ്ക്രിപ്റ്റ് ഇല്ല, ക്ലീഷകൾ എന്നൊക്കെ ഉള്ള കാര്യമാണ്. ഒരു ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമ ഒരു ഇഴച്ചിലാണ്. പിന്നെ ഒരു ലൂപ്പ് മൂടി കിടന്ന ഒരു അർത്ഥമില്ലാത്ത കുറേ സീക്വൻസുകളും കാണിച്ച് അങ്ങനെ പോകുന്നു. എനിക്കെന്തോ ബിഗിനിങ്ങിലെ ഒരു 10-20 മിനിറ്റ് അല്ലാതെ ഈ പടം എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്നൊന്നും പറയണ്ട. അതിനുള്ള ഒരു കഥയോ എലമെൻറ്റോ ഒന്നുമില്ല. സ്ഥിരം റൊമാൻസ്, ടെക്നോളജി വർധനവ് അങ്ങനെയൊക്കെ പോയി. ഒരു പ്രത്യേകിച്ചൊരു പുതുമയുണ്ടെന്നോ അല്ലെങ്കിൽ മികച്ചതാണെന്നോ പറയാൻ പറ്റില്ല. ഒരു വൺ ടൈം വാച്ചബിളായിട്ടുള്ള ഒരു സിനിമ, ഇത്രേ ഉള്ളൂ പറയാനായിട്ട്. പിന്നെ കൂടുതലങ്ങ് വലിച്ചിട്ട് കൊണ്ട് എനിക്ക് വീഡിയോ നീക്കാൻ താല്പര്യമില്ല. ആ ഒരു കാര്യം വെച്ച് താല്പര്യമുള്ളവർ മാത്രം പോയി കാണുക. സ്ഥിരം ക്ലീഷേ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന സിനിമയുടെ എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. അധികം ആരും പോയി വലിയൊരു പടം അല്ലെങ്കിൽ പോലും വൺ ടൈം വാച്ചബിൾ ഇൻട്രസ്റ്റിംഗ് ഉള്ളിൽ മാത്രം പോയി കാണുക. ഇത്രയുള്ളൂ പറയാനായിട്ട്.